Good morning. Good morning. Okay. ഇപ്പൊ നമ്മുടെ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയല്ലേ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മോർച്ചറി സർവീസ് ചാപ്റ്റർ 27 ആണ് മോർച്ചറി സർവീസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞായിരുന്നു. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. നോക്കി, ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞേ? മോർച്ചറി ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ ആസ് ഇറ്റ് ഹാൻഡിൽ ദ പ്രിസർവേഷൻ ഓഫ് ഡെഡ് ബോഡി so that the forensic clinician and pathologist may investigate the cause of death and make scientific investigation. നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് മോർച്ചറി എന്ന് പറയുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും ഇല്ലെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും വലിയ വലിയ ഹോസ്പിറ്റൽസിലും ഒക്കെ എന്തായാലും മോർച്ചറി ഉണ്ടാകും, മോർച്ചറി സർവീസ് ഉണ്ടാകും. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്, അല്ലെ? ഒരു സെക്ഷനാണ്, ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മോർച്ചറി. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഫോറൻസിക് ക്ലിനിഷ്യൻസ് ഒക്കെയാണ്, അതുപോലെ പത്തോളജിസ്റ്റ്, ഇവരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ MBBS ഒക്കെ കഴിഞ്ഞ് ഫോറൻസിക്കില് പഠിച്ച് ഫോറൻസിക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരും പത്തോളജിസ്റ്റ് ഒക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അത് അവർക്കുടെ ആ ഡെത്തിന്റെ കാരണം എന്തൊക്കെയാന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ശാസ്ത്രീയമായ ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ഒക്കെ ഈ ഡെഡ് ബോഡി, അതിനൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു, എ മോർഗ് ഓർ മോർച്ചറി ആസ് ഇൻ എ ഹോസ്പിറ്റൽ is used for the storage of dead bodies waiting for identification or removal, autopsy, burial, cremation or some other post-death rituals. The mortuary എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വേർഡാണ് മോർഗ് എന്ന് പറയുന്നത്, MORGUE, മോർഗ്. ഇനി സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡെഡ് റൂം എന്നും പറയാം. അതൊന്ന് നോട്ട് ചെയ്തോ, ഡെഡ് റൂം അല്ലെങ്കിൽ ഡെഡ് ഹൗസ്. അപ്പൊ 3 വേർഡ് പറഞ്ഞു. മോർച്ചറി മറ്റൊരു വേർഡാണ്, സെയിം തന്നെയാണ് മോർഗ് അല്ലെങ്കിൽ ഡെഡ് റൂം എന്ന് പറയുന്നത്. ഇത് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്. നമ്മൾക്ക് അറിയാം, ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി. വെയിറ്റിംഗ് ഫോർ, എന്തിനു വേണ്ടി? ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡീസ്. നമ്മൾ പറഞ്ഞ അജ്ഞാത മൃതദേഹം എന്നൊക്കെ. അപ്പൊ അത് നമ്മൾ ആർക്കിടെയാന്ന് അറിയില്ല. അപ്പൊ അവർക്കുടെ റിലേറ്റീവ്സ് വന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി വരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരെ ഹോസ്പിറ്റലിലോ റൂമുകളിലോ അല്ലെങ്കിൽ വാർഡിലോ ഒന്നും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടത്താൻ പറ്റില്ല. അപ്പൊ അവര് വേഗം തന്നെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവര് വേഗം തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി, അല്ലെങ്കിൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡീസ്, ബെറിയൽ, അടക്കം ചെയ്യാൻ, ക്രിമേഷൻ, ശവസംസ്കാരം നടത്താനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി. സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇനി നോക്കിയേ, തേർഡ് പോയിന്റ് നോക്കാം. The term morgue is derived from the French word morgue. Morgue എന്ന് തന്നെയാണ് കേട്ടോ. The term morgue is derived from the French word morgue എന്ന് പറഞ്ഞ വേർഡ് എന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. Which means to look at solemnly, to define, എന്ന് വെച്ചാൽ to hold seriously. നമ്മൾ എന്താ പറയാ, ഒരു solemnly എന്ന് വെച്ചാൽ ഒരു ഗൗരവത്തോടെ, അല്ലെങ്കിൽ നമ്മളത് എന്താ പറയാ, ഒരു സീരിയസ് ആയിട്ട് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് മോർഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. മോർഗ് എന്ന് പറഞ്ഞത് ഇവിടെ ഇത് പറയുന്നുണ്ട്. യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യണത്. ഓക്കെ, നമ്മള് സാധാരണ മോർഗ് എന്ന് പറയാറില്ല, അല്ലെ? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്.
നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ മോർച്ചറി എന്നാണ് പറയാറ്. ഇതിന്റെ എല്ലാം മീനിങ് സെയിം തന്നെയാണ്. മോർഗ്, മോർച്ചറി അല്ലെങ്കിൽ ഡെഡ് റൂം എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, the term morgue is derived from the French word morgue, which means to look at solemnly, to defend, to hold seriously. സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തോട് നമ്മളൊരു ബഹുമാനം ഇതൊക്കെ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, നമ്മള് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ, നമ്മള് പോലീസിനൊക്കെ വന്നിട്ട് കേസ് തെളിയിക്കാനും അതിന്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ നമുക്ക് എന്താ പറയാ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്ലേസ് ആണ്. ടു ലുക്ക് അറ്റ്, സോളിമൻലി ടു ഡിഫൈ, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, ടു ഹോൾഡ് സീരിയസ്ലി, അതാണ് മോർഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ ഒരു മീനിങ് പറയുന്നത്. ഓക്കെ, മോർഗ് എന്ന് പറഞ്ഞാലും മോർച്ചറിയും സെയിം തന്നെയാണ്. അതെന്ന് വെച്ചാൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ മോർഗ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മോർച്ചറി എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നീഡ് ഫോർ മോർച്ചറി. മോർച്ചറിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യകത എന്താണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് നെസസറി ഫോർ ദ hospital administration that a suitable provision shall be made in a dubious എന്ന് പറഞ്ഞ unclear സംശയാസ്പദമായ dubious place where the dead body can be placed pending final disposal or to rule out the cause of death. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇറ്റ് ഇസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് എ സ്യൂട്ടബിൾ പ്രൊവിഷൻ ഷാൽ ബി മെയ്ഡ് ഇൻ എ ഡ്യൂബിയസ് പ്ലേസ്. അപ്പൊ അത് എങ്ങനെയായിരിക്കണം ഈ മോർച്ചറി വെക്കുന്നത്? അത് ഗ്രൗണ്ട് ഫ്ലോറിൽ അധികം ആരുടെയും ശ്രദ്ധ കിട്ടാത്തത്, അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെല്ലുന്ന ഒരു ഫ്രണ്ടിൽ തന്നെ ഒന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. അതൊരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം ആരുടെ ശ്രദ്ധയൊക്കെ കിട്ടാൻ പറ്റാത്ത രീതിയിൽ, പക്ഷെ അവിടെ ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിപ്പെടുകയും വേണം. ഓക്കെ, ആംബുലൻസ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ ബോഡീസ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആംബുലൻസ് മറ്റുള്ള വെഹിക്കിൾസിനൊക്കെ ചെന്നെത്താവുന്ന സ്ഥലത്തില് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാസേജിന്റെ അടുത്തല്ലാതെ കുറച്ച് ഒതുങ്ങിയ ഒരു ഇതിലായിരിക്കണം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും ഒരു കോർണറിലൊക്കെ ആയിരിക്കണം, ഏതെങ്കിലും ഒരു ഇതിന്റെയൊക്കെ ഒരു കോർണറിലായിരിക്കണം. അല്ലെങ്കിൽ ഈ ഔട്ട് ഹൗസ് പോലെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം മോർച്ചറി എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് എന്താ പറയാ, അധികം അത് ശ്രദ്ധ കിട്ടാത്ത ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും OP-യുടെ അടുത്ത് കൊണ്ടുവന്ന് മോർച്ചറി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. അല്ലെ, റിസപ്ഷന്റെ ഒക്കെ അടുത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും ആളുകൾ വരുന്ന. അപ്പൊ നമുക്ക് ഈ ഡെഡ് ബോഡീസ് കാണാന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമുക്കൊരു നെഗറ്റീവ് ഒരു ഇതായിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ എപ്പോഴും കുറെ ആളുകളൊക്കെ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവന്ന് അത് വയ്ക്കാൻ പാടില്ല. പക്ഷെ എന്താണ് ഒരു ഇത് പറഞ്ഞത്, നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് ഇപ്പൊ മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിന് ബോഡി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വരാനും പോലീസിന് കുട്ടികൾക്കൊക്കെ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനൊക്കെ ചെല്ലാനും ഒക്കെ എളുപ്പത്തില് ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഷാൽ ബി മെയ്ഡ് ഇൻ എ ഡ്യൂബിയസ് പ്ലേസ്, അധികം ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരു സ്ഥലത്തായിരിക്കണം, പക്ഷെ പെട്ടെന്ന് ചെന്നെത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, പ്ലേസ് വേർ ദ ഡെഡ് ബോഡി ക്യാൻ ബി പ്ലേസ്ഡ് പെൻഡിങ് ഫൈനൽ ഡിസ്പോസൽ ഓർ റൂൾ ഔട്ട് ഓഫ് ദ കോസ് ഓഫ് ഡെത്ത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട്. വെച്ചാൽ നമ്മള് ഫൈനൽ ഡിസ്പോസലിനായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനൽ ഡിസ്പോസലിനായിട്ട് കാത്തിരിക്കാതിനോ അല്ലെങ്കിൽ നമുക്ക് മരണകാരണം അതിന്റെ ഡെത്തിന്റെ കോസ് മരണകാരണം തള്ളിക്കളയുന്നതിനോ ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഒരു ഭാഗമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ആവശ്യമാണെന്ന് പറയാം. ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ്, എ പ്രീസിയസ്ലി പ്ലാൻഡ് മോർച്ചറി കോംപ്ലക്സ് ഈസ് ബെനിഫിഷ്യൽ ടു all those who come in contact with that is police, doctors, medical students, staff and relatives of the dead. കേൾക്കാൻ പറ്റുന്നില്ലേ അഭിനന്ദ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ പറയുന്നേ? ഇവിടെ മഴയുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ. ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കേറി നോക്കിയേ. കേൾക്കാൻ ചിലര് പറയുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, ലെഫ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ച്. ഒന്നുകൂടെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കട്ടോ. സൗണ്ട് കുറവാണോ? അപ്പൊ ഒന്നുകൂടി നമുക്ക് ആ പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നീഡ് ഫോർ മോർച്ചറി. മോർച്ചറിയുടെ ആവശ്യകത. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ that a suitable provision shall be made in a dubious place where the dead body can be placed. അപ്പൊ ഈ ഡെഡ് ബോഡീസ് നമ്മൾ വെക്കുമ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അധികം ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരു സ്ഥലമായിരിക്കണം. വെച്ചാൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാസേജിന്റെ അടുത്തൊന്നും ആവരുത്. അത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു കോർണറിലായിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്താണെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആയിരിക്കണം ഈ മോർച്ചറിക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അതാണ് അധികം ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരു സ്ഥലത്തായിരിക്കണം. പിന്നെ പറഞ്ഞത് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി കാത്തിരിക്കുന്ന മൃതദേഹങ്ങള് അവരുടെ കാത്തിരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ മരണകാരണം എന്താണെന്ന് അത് നിരാകരിക്കുന്നതിനോ ആയിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യകതയാണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിസൈസ്ലി പ്ലാൻഡ് മോർച്ചറി. പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കെയർഫുള്ളി planned mortuary complex is beneficial to all those who come in contact with that is police, doctor, medical students, staff and relatives of the dead. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം. ഇപ്പൊ പോലീസിന്, ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസ് അവന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് സ്റ്റാഫുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ റിലേറ്റീവ്സ്, ഈ ഡെഡ് ബോഡി തിരിച്ചറിയപ്പെടാത്ത ബോഡീസ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ അവർക്കുടെ റിലേറ്റീവ്സിനൊക്കെ പെട്ടെന്ന് എത്തുന്ന രീതിയിൽ, പെട്ടെന്ന് എൻട്രി ചെയ്യാവുന്ന രീതിയിൽ ഹോസ്പിറ്റലിന്റെ സെക്ഷന്റെ ഒരു കോർണറിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഒരു സെപ്പറേറ്റ് ബിൽഡിങ്ങിലോ ഒക്കെ ആയിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത് മോർച്ചറി കോംപ്ലക്സ്. അങ്ങനെ ആയിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാ? പോലീസിന് അവരുടെ കേസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന്, റിലേറ്റീവ്സിനൊക്കെ എങ്ങനെ ഒരു പെട്ടെന്ന് എൻട്രി ചെയ്യാവുന്ന ഒരു ഭാഗത്തായിരിക്കണം. ഒരുപാട് എന്താ പറയാ അന്വേഷിച്ച് നടക്കേണ്ട, പക്ഷെ എന്താ പറയാ നമ്മൾ ചെന്ന് കയറുന്ന ഫ്രണ്ടിൽ തന്നെ ആവണമെന്നൊന്നും ഇല്ല. ഓക്കെ, അവർക്കൊക്കെ എത്തിപ്പെടാവുന്ന രീതിയിൽ, എൻട്രി ചെയ്യാവുന്ന രീതിയിലായിരിക്കണം ഈ മോർച്ചറിയുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, മോർച്ചറി സെക്ഷൻ. ഇനി നെക്സ്റ്റ് ഓക്കെ, ഒരു മിനിറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്ന നോക്കിയേ. പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റി ആൻഡ് സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ ഓൾസോ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ബെയറിംഗ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. തേർഡ് പോയിന്റ് കേട്ടോ.
ഓക്കെ, ഈ മഴയുടെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു ചിലരൊക്കെ കേൾക്കുന്നില്ല എന്നുള്ള ഒരു ഇത് പറയണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഷെയർ ചെയ്തിടാം. ഓക്കെ, നോക്കിയേ, ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഇപ്പൊ ഓക്കെ ആയി അല്ലേ? Okay, provision of mortuary facilities and service in a hospital also has okay, ഇടയ്ക്കെന്തോ okay. ഇനി നെക്സ്റ്റ് നോക്കിയേ, തേർഡ് പോയിന്റ് ആണ് കേട്ടോ. പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ ഓൾസോ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ബെയറിംഗ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഈ പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഈ മോർച്ചറി ഫെസിലിറ്റി വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരാള് നമ്മള് ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ ഡെത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് തന്നെ അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ വേറെ ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. അപ്പൊ അവിടെ തന്നെ അവിടത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ആ ഡെഡ് ബോഡീസ് അധികം വേറെ ടൈമൊന്നും വേറെ കളയണ്ട, മറ്റുള്ള ലീഗൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ പബ്ലിക്കുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പബ്ലിക്കുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് മോർച്ചറി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് മോർച്ചറി സർവീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, much of sentiments value are attached to the dead body of a person with the socio എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ട് ആൻഡ് മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇൻവോൾവ്സ് ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. മെഡിക്കൽ വൈദ്യശാസ്ത്രപരമായിട്ടും അതുപോലെ ലീഗൽ ആസ്പെക്ട്സ്, നിയമപരമായിട്ടുള്ള ഒരു ബഹുമാനം നമ്മൾ ഒരു ഡെഡ് ബോഡിയോട് ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും to mortuary of the hospital. Therefore, the establishment and the management of mortuary is of significance of every hospital. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും മോർച്ചറിയുടെ വളരെയധികം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ മോർച്ചറി ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് എവരി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ മെഡിക്കോ ലീഗൽ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. മെഡിക്കോ ലീഗൽ സംതിങ് that involves something that involves both the medical
both medical, something that involves both medical and legal aspects. Something that involves both medical and legal aspects. Medico-legal. ഓക്കെ, മെഡിക്കോ-ലീഗൽ. ലാസ്റ്റ് പോയിന്റ് എന്താ? ഹോസ്പിറ്റലിലെ ഒരു മോർച്ചറി സർവീസ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അതുപോലെ മെഡിക്കൽ ലീഗൽ ഒരു ആസ്പെക്ട്സും ആ ഒരു നമ്മളൊരു സെന്റിമെന്റ്സും ആ ഒരു ബോഡിയോട് സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓഫ് ദ മോർച്ചറി എന്ന് പറയുന്നത് ഈ സിഗ്നിഫിക്കൻസ് ഓഫ് എവരി ഹോസ്പിറ്റൽ, മോർച്ചറിയുടെ സ്ഥാപനവും അതുപോലെ തന്നെ നടത്തിപ്പും ഒക്കെ ഓരോ ആശുപത്രിയുടെയും പ്രാധാന്യമുള്ളതാണ്, ഇമ്പോർട്ടൻസ് ആണ്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. ടു കൺസേർവ് ദ ഡെഡ് ബോഡി till the formalities of the handing over of deceased is completed. അപ്പൊ നമ്മള് ഈ എങ്ങനെയാ ഈ എന്താ പറയാ, നമ്മള് ഈ ഡെഡ് ബോഡീസ് ഒക്കെ നമ്മള് ഈ തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ, അത് നമ്മളപ്പോ ഈ കുറച്ച് കാര്യങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ആ ഒരു ചെറിയ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഇത് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ. ഇതാണ് ഒന്നാമത്തെ മോർച്ചറിയുടെ ഫങ്ഷൻസ് വരുന്നത്. മരിച്ച ആളുടെ ആ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ ആ മൃതദേഹം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മോർച്ചറി സർവീസ് ഉപയോഗിക്കും. ടു കൺസേർവ് ദ ഡെഡ് ബോഡി till the formalities of the handing over the disease is completed. ഡിസീസ് എന്ന് വെച്ചാൽ മരണമടഞ്ഞ, അപ്പൊ മരണമടഞ്ഞ ആ വ്യക്തി അല്ലെങ്കിൽ ഡെഡ് ബോഡീസിന്റെ എല്ലാ ഫോർമാലിറ്റീസ് പെട്ടെന്ന് തന്നെ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും കിടന്ന് മരിച്ചപ്പോ തന്നെ ഡെഡ് ബോഡി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യൂല. അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മോർച്ചറി സർവീസ് യൂസ് ചെയ്യും. അതുവരേക്കും ആ ഡെഡ് ബോഡി വേഗം മോർച്ചറിയിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ്. അൺക്ലെയിം എന്ന് വെച്ചാൽ ക്ലെയിം ചെയ്യപ്പെടാത്ത, അതായത് തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ, തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡീസ്, അജ്ഞാത മൃതദേഹം എന്നൊക്കെ കേട്ടിട്ടില്ല. തിരിച്ചറിയാൻ പറ്റാത്ത ഡെഡ് ബോഡീസ് till the relatives claim, റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യുന്നത് വരെ. ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാം. റിലേറ്റീവ്സ് വന്ന് ഡെഡ് ബോഡീസ് തിരിച്ചറിയുന്നത് വരെ. ആൻഡ് ടേക്കൺ എവേ ഫോർ ഫൈനൽ ഡിസ്പോസൽ. അപ്പൊ നമ്മള് അതുവരെ, അപ്പൊ ഈ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങള് അവരുടെ റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യുന്നത് വരെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർച്ചറി സർവീസ് ഉപയോഗിക്കും. യൂഷ്വലി ദ ബോഡീസ് ആർ നോട്ട് ക്ലെയിംഡ് ആർ കെപ്റ്റ് ഫോർ. ഇനി ക്ലെയിം ചെയ്യപ്പെടാത്ത ബോഡീസ് ഇല്ലേ, തിരിച്ചറിയപ്പെടാത്ത ബോഡീസ് 72 hours, 72 മണിക്കൂർ വരെയും അവിടെ നോർമൽ കേസാ പറയുന്നത്. നോർമല് 72 മണിക്കൂർ വരെയും ആ മോർച്ചറിയിൽ കീപ്പ് ചെയ്യാം. അതാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റൂള്. 72 മണിക്കൂർ, 3 days, 3 ദിവസം വരെ അവര് അവിടെ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വന്ന് ഐഡന്റിഫൈ ചെയ്യുമോ എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് നോർമല് 72 മണിക്കൂർ വരെ അവിടെ കീപ്പ് ചെയ്യാം. ഇനിയോ, അൺലെസ് ക്ലെയിംഡ് till that period, disposal of dead body is done in keeping with the existing policy of the hospital and as per the law of land. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെഡ് ബോഡീസ്, ക്ലെയിം ചെയ്യപ്പെടാത്ത ഡെഡ് ബോഡീസ് റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യുന്നത് വരെ നമുക്ക് ഹോസ്പിറ്റൽ ഈ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കാം. അത് ഇപ്പൊ ക്ലെയിം ചെയ്യപ്പെടാത്ത ബോഡീസ് 72 hours വരെയാണ് നോർമൽ കേസിൽ
നമ്മള് മോർച്ചറിയിൽ കീപ്പ് ചെയ്യേണ്ടത്. അതുവരെയും കീപ്പ് ചെയ്യണം എന്നാണ് ഒരു നിയമം. ഇനിയിപ്പോ അല്ലാതെ ഇനിയിപ്പോ വല്ല നമ്മള് മർഡർ കാര്യങ്ങളോ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ആ ഫോർമാലിറ്റീസ് അനുസരിച്ച് അങ്ങനെയും ചെയ്യാം. കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നോർമൽ 72 മണിക്കൂർ വരെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഡെഡ് ബോഡീസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കീപ്പ് ചെയ്യാം. ഇനി നമ്മൾ ആ കാലയളവ് വരെയും ഇനി നമ്മൾ 72 hours വരെയും വെക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ക്ലെയിം ചെയ്തില്ലെങ്കിലോ ഹോസ്പിറ്റലിന്റെ പോളിസിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ലോ നിയമവും ഒക്കെ അനുസരിച്ച് ഡെഡ് ബോഡീസ് ഡിസ്പോസ് ചെയ്യാനും അവർക്ക് അവകാശമുണ്ട്. അത്രയും ടൈം വരെ നമ്മൾ എന്തായാലും നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ്. അതിനുശേഷവും നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ എന്താ, നമ്മള് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ആരും ഇതുവരെ അന്വേഷിച്ചു വന്നിട്ടില്ല, അല്ലെങ്കിൽ ലീഗലായിട്ട് വേറെ പ്രശ്നമൊന്നും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിനുശേഷം ആ ഹോസ്പിറ്റലിലെ നിയമങ്ങളും നമ്മുടെ ലോ ഓഫ് ലാൻഡ് നമ്മുടെ രാജ്യത്തെ നിയമമൊക്കെ അനുസരിച്ചിട്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത തേർഡ് പോയിന്റ്, to receive and store dead body that require post-mortem examination. To receive and store the dead body എന്തിനു വേണ്ടിയിട്ടാ? that require post-mortem examination. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് അതുവരെ നമുക്ക് ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാം, മോർച്ചറിയിൽ കീപ്പ് ചെയ്യാം. To receive and store dead body that require post-mortem examination. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മൃതദേഹങ്ങൾ സ്റ്റോർ ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്യാം. റിസീവ് ആൻഡ് സ്റ്റോർ ദ ഡെഡ് ബോഡി ദാറ്റ് റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആവശ്യമുള്ള ഡെഡ് ബോഡീസ് സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. Next, to conduct medico-legal postmortem work. Medico-legal postmortem വർക്കുകൾ കണ്ടക്ട് ചെയ്യുക. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആസ്പെക്ട്സിലും ഉണ്ട്, ലീഗൽ ആസ്പെക്ട്സിലും ഉണ്ട്. അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യാൻ. പിന്നെ ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ടു കീപ് ദ ഡെഡ് ബോഡി ടിൽ ദ റിലേറ്റീവ്സ് ക്ലെയിം. അപ്പൊ ഈ നമ്മുടെ മോർച്ചറി സർവീസിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാണല്ലോ. ഇനി നമ്മൾ ആരോഗ്യം ഇല്ലാത്ത അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മള് റിലേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാത്ത ബോഡിയാണ് അൺക്ലെയിംഡ് ബോഡി എന്ന് പറയുന്നത്. അൺക്ലെയിംഡ്, ക്ലെയിം ചെയ്തിട്ടില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് അവർക്കുടെ റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടുന്നത് വരെ നമുക്ക് ആ ഡെഡ് ബോഡീസ് നമുക്ക് മോർച്ചറിയിൽ കീപ്പ് ചെയ്യാം. അതിനുള്ള ടൈം പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യപ്പെടാത്ത ഡെഡ് ബോഡീസ് 72 hours അല്ലെങ്കിൽ 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ വെക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ അവർക്ക് റിലേറ്റീവ്സ് വന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനുശേഷവും നമുക്ക് ഇത് ആരും വന്നില്ല, ബോഡീസ് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിലെ നിയമവും രാജ്യത്തിലെ നമ്മുടെ ലോ ഓഫ് ലാൻഡ് രാജ്യത്തെ നിയമമൊക്കെ വെച്ചിട്ട് നമുക്ക് അത് ഫൈനൽ ഡിസ്പോസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ വേറെ ലീഗലായിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ കുറെ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനത്തെ കേസുകളുണ്ട്. ആരോഗ്യം ഇല്ല, അപ്പൊ നമ്മൾ ഒരു പരിധി ഉണ്ടല്ലോ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നതിന്. ആരും വന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ അവരുടെ ഇത് റിസ്കിൽ തന്നെ അവര് എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റ്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞ ഫിഫ്ത് പോയിന്റ്, ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ ഒരു ടീച്ചിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അവർക്കടെ ടീച്ചിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയിട്ട് ബോഡീസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യാൻ നൽകാം എന്നുള്ളത്. പിന്നെ നമ്മൾ ദ ടൈപ്പ് ഓഫ് ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി. ഇനി മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്ന ഡെഡ് ബോഡീസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഡെഡ് ബോഡീസ് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ആണ് നോൺ മെഡിക്കോ ലീഗൽ. നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ലീഗൽ നിയമപരമല്ലാത്ത ഒരു ഇത്,
അതായത് നമ്മൾ എന്താ പറയാ, കുട്ടികൾക്ക് ഇപ്പൊ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബോഡീസ് കീപ്പ് ചെയ്യാം. അതാണ് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. മെഡിക്കൽ ലീഗൽ ആസ്പെക്ട്സിനല്ലാതെ നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ബോഡീസ് കീപ്പ് ചെയ്യാം. അത് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന അങ്ങനെ ആ ഒരു രീതിയിലും ബോഡീസ് കീപ്പ് ചെയ്യാം. രണ്ടാമത്തെ മെഡിക്കോ ലീഗൽ. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇൻവോൾവ് ഇൻ ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, മരണ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മർഡർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കേസ് തെളിയിക്കാനും അതിന്റെ ഭാഗമൊക്കെ ആയിട്ടും മരണകാരണം കണ്ടെത്താനോ മർഡർ ആണോ എന്നൊക്കെ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാം. രണ്ട് രീതിയിൽ നമ്മൾ മോർച്ചറിയിൽ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാം. ഫസ്റ്റ് നോൺ മെഡിക്കോ ലീഗൽ. മെഡിക്കൽ ലീഗൽ അല്ലാതെ, അതായത് പഠനാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മരണകാരണം കണ്ടെത്താനോ മർഡർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ലീഗൽ ആസ്പെക്ട്സ്, അതാണ് മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറീസ്. ഇനി മോർച്ചറിയുടെ ഓരോ പാരാമീറ്റേഴ്സ് എന്തൊക്കെ വിവിധ ഏരിയാസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാ വരുന്നതെന്നാണ്. അപ്പൊ ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? ഡൂബിയസ് പ്ലേസിലായിരിക്കണം. ഡൂബിയസ് അത് ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. ഡൂബിയസ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഡൂബിയസ് പ്ലേസ്. The location should be in a dubious place. അവ്യക്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ കയറി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ മോർച്ചറി കൊണ്ടൊന്നും വയ്ക്കാൻ പറ്റില്ല. അത് അൺക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ് ടു വെയർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ നോൺ ഡിസ്റ്റർബിംഗ് വേ. അതാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു വഴിയുടെ അടുത്തൊന്നും കൊണ്ടുവന്ന് ഈ മോർച്ചറി വെക്കരുത്. വെച്ചാൽ ആ സ്ഥലത്ത് ആളുകൾ ഒരുപാട് പാസ് ചെയ്യും. അപ്പൊ അവരെ പാസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഡെഡ് ബോഡീസ് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് അല്ലെ. കുട്ടികളൊക്കെ ആണെങ്കിലും പിന്നെ ആക്സിഡൻസ് ഒക്കെ ആയിട്ട് മരിച്ച അതൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ പല ബോഡി വികൃതമായിട്ട് അല്ലെങ്കിൽ വിരൂപമായിട്ടൊക്കെ ഇതൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്കത് എന്തായാലും മനസ്സിന് സുഖമുള്ള ഒരു കാഴ്ചയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഒരു അധികം നമ്മൾ പൊതുവഴി അല്ലാത്ത സ്ഥലത്ത് കോമൺ പാത്തിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കണം. പിന്നെ സെപ്പറേറ്റ് ബിൽഡിംഗ് കൊടുക്കാം ഡെഡ് ബോഡീസ് വെക്കാനായിട്ട്. സെപ്പറേറ്റ് ബിൽഡിംഗ് കൊടുക്കാം. ഇനി ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെങ്കിലും ഒരു കോർണറിലൊക്കെ ആയിട്ട് ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. There should be easy access from wards. പിന്നെ ഒരു ഇത് പറയേണ്ടത് വാർഡിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് പെട്ടെന്ന് അധികം ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്തായിരിക്കണം. പക്ഷെ എന്താണ്, നമുക്ക് വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നും പറഞ്ഞായിരുന്നു അല്ലെ. പ്രത്യേകം പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ വാർഡിനോട് ചേർന്ന് ഇറ്റ് ഷുഡ് ബി ഈസി ആക്സസ് ഫ്രം വാർഡിൽ നിന്ന് പെട്ടെന്ന് എത്താവുന്നതും. ഐസിയുലൊക്കെ കിടന്ന് ഇപ്പൊ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി മാറ്റാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഐസിയുനോടൊക്കെ അടുത്ത്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് അവിടെ നിന്നൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലത്തായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ അതാണ് ലൊക്കേഷൻ പറഞ്ഞത്. ഓക്കെ, ലൊക്കേഷൻ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ അധികം ആരുടെയും ശ്രദ്ധയൊക്കെ കിട്ടാത്ത ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ അവരുടെ റിലേറ്റീവ്സിനൊക്കെ അല്ലെങ്കിൽ പോലീസിന് ഇവർക്കൊക്കെ പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആംബുലൻസ് ഒക്കെ അതുപോലെ വെഹിക്കിൾസ് ഒക്കെ ചെന്ന് നിർത്താൻ പറ്റുന്ന, അത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ആയിരിക്കണം. ഇതൊക്കെയാണ് അതിന്റെ ലൊക്കേഷൻ പറയുന്നത്. ഓക്കെ, പിന്നെ കോമൺ പാസേജിന്റെ അവരത്, പിന്നെ ICU, വാർഡ്സ്, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എളുപ്പത്തിൽ എത്താവുന്ന ഒരു സ്ഥലമായിരിക്കണം. അവരിൽ നിന്ന് പെട്ടെന്ന് എത്താവുന്ന സ്ഥലമായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത സ്പേസ് റിക്വയർമെന്റ്സ് റിലേസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് വർക്ക് ലോഡ്. റിലേ ഓൺ ദ സൈസ് ആൻഡ്
ടൈപ്പ് ഓൺ ഹോസ്പിറ്റൽ ആൻഡ് വർക്ക് ലോഡ്. അപ്പൊ സ്പേസ് എങ്ങനെയാണ്, എന്തിനു മാറും? സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് വർക്ക് ലോഡ് അനുസരിച്ച് ഈ സ്പേസ് വ്യത്യാസം വരാം. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് COPP, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് ഹാസ് റെക്കമെൻഡഡ് ആൻ ഏരിയ ഓഫ് 6 to 8 square feet per bed as a general guideline. ഇപ്പൊ കമ്മിറ്റി പ്ലാൻ പ്രോജക്ട് COPP അതിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, ശുപാർശ ചെയ്തതിന്റെ അനുസരിച്ച് ഇൻ ഏരിയ ഓഫ് 6 to 8 square feet ഏരിയ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആണ് അതിന്റെ സ്പേസ് റിക്വയർമെന്റ്സ് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. ഫങ്ഷണൽ ഏരിയാസ് ഫസ്റ്റ് വരുന്നത് പാർക്കിംഗ് വിത്ത് കർവ്ഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് അല്ലെങ്കിൽ പോർച്ച് എന്നൊക്കെ പറയാം. പോർട്ടിക്കോ എൻട്രൻസ്. പാർക്കിംഗ് വിത്ത് കർവ്ഡ് പോർട്ടിക്കോ. ആപ്പിൾ പാർക്കിംഗ് ഏരിയ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക്. അപ്പൊ അത് ഡെഡ് ബോഡീസ് ഒക്കെ നമുക്ക് കുറെ ദൂരം ഒന്നും എടുത്തോണ്ട് വരാൻ പറ്റൂല. ഇപ്പൊ നമുക്ക് അപ്പൊ നേരെ ആ നമുക്ക് എന്താ പെട്ടെന്ന് ആ മോർച്ചറിയുടെ തൊട്ടടുത്ത് കവേർഡ് എന്ന് പറഞ്ഞാൽ കർവ് ചെയ്തേക്കാം, മറച്ചേക്കുന്നതിനുള്ളതാണ് അർത്ഥം. അത് ഞാൻ പറഞ്ഞുതരാം. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. എൻട്രൻസ് തുറന്നു കിടക്കാൻ പാടില്ലാണ്, അതിങ്ങനെ മൂടിയതായിരിക്കണം. അത് ഡീറ്റെയിൽ അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ പറയാം. ആമ്പിൾ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് എബൌട്ട് 18 meter square for vehicle should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. ഇത് കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഇതിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഈ മോർച്ചറിയുടെ തൊട്ടടുത്ത് വരെയും നമുക്ക് ആംബുലൻസ് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. അപ്പൊ നേരെ ബോഡി അവിടെ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റാൻ പാകത്തിന്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയില്ലേ, ഇപ്പൊ നമ്മൾ ആ ബോഡി ആംബുലൻസിലേക്ക് കയറ്റുന്ന ആ ഒരു പാത്തൊക്കെ എന്ന് പറയാ കവേർഡ് എന്ന് പറഞ്ഞ ഇങ്ങനെ എന്താ കവർ ചെയ്തിരിക്കണമെന്ന്. അപ്പൊ ഡെഡ് ബോഡീസ് നനയാനൊന്നും പാടില്ല. ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ ഡെഡ് ബോഡീസ് അത് വെറ്റ് വെതർ ഈർപ്പവും ഇതൊന്നും അടിക്കരുത്. ഇപ്പൊ തുറന്നു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോ മഴയാണെങ്കിൽ അപ്പൊ ബോഡി കയറ്റുമ്പോഴൊക്കെ നനയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മർഡർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോലീസ് ഇതൊക്കെ ഫോറൻസിക്കാരൊക്കെ അത് നോക്കാനും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബോഡി ഇപ്പൊ മോർച്ചറിയിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ അതിന്റെ കുറെ തെളിവുകളൊക്കെ നഷ്ടപ്പെടും നനയൊക്കെ ആണെങ്കിൽ. അപ്പൊ അത് നനയാത്തൊക്കെ രീതിയിൽ കവർ ചെയ്ത ഒരു ഇതായിരിക്കണം. പുറത്തുള്ളവർക്ക് പെട്ടെന്ന് അകത്തേക്ക് നോട്ടെത്താത്ത രീതിയിൽ നിന്ന് അങ്ങനെ ഇത് ഒരു അതും വേണമെങ്കിൽ പറയാം. നമുക്കൊരു സ്ക്രീനിങ്ങും കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ. കണ്ടോ, വെദർ ആൻഡ് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിൽ ഒരു സ്ക്രീനിങ് കൊടുക്കാം അവിടെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ ആ വഴി അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോകുന്നതും ഒക്കെ മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റുന്നതൊക്കെ എന്താ പറയാ, ഈ കാണാത്ത പുറമേ നിന്നുള്ള ആളുകൾക്ക് കാണാത്ത രീതിയിൽ ഒരു സ്ക്രീനിങ് പറഞ്ഞിട്ടുണ്ട്. ഫ്രം അഡ്ജസന്റ് ഏരിയ, തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് ഒരു സ്ക്രീനിങ് കൊടുത്തേണ്ട, ഒരു മറയും അവിടെ വേണം. വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓഫ് പാർക്കിംഗ് ഏരിയ. ഓക്കെ, വാഹനങ്ങൾക്ക് നമ്മളെ വെഹിക്കിൾസിനൊക്കെ 18 meter square ആണ് കേട്ടോ. മീറ്റർ സ്ക്വയർ മുകളിലാണ്, എമ്മിന്റെ മുകളിലാണ് 2 meter square വിസ്തീർണമുള്ള ഏകദേശം ഒരു വിശാലമായ ഒരു പാർക്കിംഗ് വേണം. പാർക്കിംഗ് ഏരിയ. ബോഡി സ്റ്റോറിലേക്കുള്ള പ്രവേശന കവാടം, അത് എൻട്രൻസ് പോയിന്റ് നല്ല സുഗമമായിരിക്കണം. ഇടുങ്ങിയതൊന്നും ആവരുത്, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് കുത്തി നുളച്ചൊന്നും അതിൽ കൂടെ പോകാത്ത രീതിയിൽ നമ്മൾ എൻട്രൻസ് പോയിന്റ് നല്ല ഫ്രീ ആയിരിക്കണം. പിന്നെ വെറ്റില് നമ്മൾ തണുപ്പിൽ നിന്നൊക്കെ ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യണം, മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ. പിന്നെ മറ്റേ സെക്കൻഡറി റോഡിലേക്ക് ഒരു സ്ക്രീനിങ്ങും അവിടെ പാർക്കിംഗ് ഏരിയയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു മറയും ഒരു ഇത് വേണം. അതാണ് കവേർഡ് പോർട്ടിക്കോ എന്ന് ഉദ്ദേശിക്കുന്നത്. എൻട്രി പോയിന്റ്സ് കവർ ചെയ്തിരിക്കണം. ഒരിത് പറഞ്ഞാൽ ബോഡീനെ കീപ്പ് ചെയ്യുക, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. മഴയോ ഒക്കെ ആണെങ്കിലും
ഒക്കെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിലും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്നൊക്കെ നമുക്കതൊരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ബോഡി കൊണ്ടുപോകണതൊക്കെ കാണുമ്പോ അല്ലെ. അപ്പൊ അതൊക്കെ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ക്രീനിങ് അഡ്ജസ്റ്റഡ് ഏരിയയിലേക്ക് ഒരു സ്ക്രീനിങ്ങും അവിടെ കൊടുക്കണം. ഇനി അടുത്തത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ ആണ്. റിസപ്ഷൻ ദ പ്ലേസ് വേർ ദ ബോഡീസ് ആർ ഒബ്സർവ് ആൻഡ് ഡോക്യുമെന്റ് എക്സാമിൻഡ്. അപ്പൊ ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനും ഡോക്യുമെന്റ്സുകളൊക്കെ പല ഡോക്യുമെന്റ്സുകൾ കാര്യങ്ങളുണ്ട്, ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസപ്ഷൻ ഏരിയ വേണം, അവിടെ റിസപ്ഷൻ വേണം. Okay, the place where the bodies are observed and document examined. It should be easily reachable and approachable. അത് നമ്മൾ എന്താ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതും അപ്രോച്ചബിൾ എന്ന് വെച്ചാൽ സമീപിക്കാൻ പറ്റുന്നത് ആൻഡ് അപ്രോച്ചബിൾ പെട്ടെന്ന് നമുക്ക് അവരെ റിസപ്ഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ എളുപ്പമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും അതുപോലെ തന്നെ സമീപിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിരിക്കണം. അപ്പൊ അവിടെ ഒബ്സർവ് ചെയ്യാനും ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ വേണം. അപ്പൊ ഫംഗ്ഷണൽ ഏരിയയിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ ആണ്. സെക്കൻഡ് ആണ് റിസപ്ഷൻ. ഇനി അടുത്തത് തേർഡ് എന്ന് പറഞ്ഞാൽ ട്രോളി ബേ ആണ്. ട്രോളി ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രോളി ബേ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. The proper space needed for the trolley bay is 3 meters square. Proper space എന്ന് പറഞ്ഞാൽ 3 meters square ആണ്. The trolley bay is used for transportation of the dead body. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. The trolley bay എന്തിനാ ഉപയോഗിക്കുന്നത്? ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബേ ഉപയോഗിക്കുന്നത്. It should be within the reach of the reception. അത് റിസപ്ഷന്റെ ഒരു പരിധിയിലായിരിക്കണം. ഒരു മോർച്ചറിയുടെ റിസപ്ഷനിൽ ഒരു ട്രോളി ബേയും വേണം. ഈ ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, റിസപ്ഷന്റെ പരിധിയിൽ ഒരു ട്രോളി ബേയും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്താണ് വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് റൂം ഫോർ 15 meters square. 15 meters സ്ക്വയറിൽ ഒരു വെയിറ്റിംഗ് റൂം വേണം. സജസ്റ്റ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പൊ അവിടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവർക്കും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വെയിറ്റിംഗ് ഏരിയ വേണം. വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻട്രി പ്രവേശനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ 15 meter സ്ക്വയറിൽ ഒരു വെയിറ്റിംഗ് റൂം അവിടെ വേണം, വെയിറ്റിംഗ് ഏരിയ വേണം. നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറിങ് ഡെഡ് ബോഡീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ചേംബർ ആണ് സ്റ്റോറേജ് ചേംബർ. അത് 2 ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ബോഡി ഒരാഴ്ചയൊക്കെ മാക്സിമം ഒരാഴ്ചയൊക്കെ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ഉപയോഗിക്കുന്നത്. Bodies are kept between 2 degrees Celsius and 4 degrees Celsius. കണ്ടോ, 2 degrees Celsius and 4 degrees Celsiusന്റെ ഇടയിലായിരിക്കും പോസിറ്റീവ് കോൾഡ് ചേംബറിൽ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്തോ കേട്ടോ. 2 degrees Celsius and 4 degrees Celsius. While this is usually used for keeping bodies for up to several weeks. കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ മാക്സിമം അങ്ങനെ കുറച്ച് സമയത്തേക്ക് വേണ്ടി ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യും. കുറച്ച് സമയമല്ല, ആഴ്ച, ഒരാഴ്ചയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഗൾഫിലൊക്കെ ആണ് റിലേറ്റീവ്സ് എങ്കിൽ അവര് വരാൻ 2-3 ദിവസമൊക്കെ ആവും, അല്ലെങ്കിൽ ഒരാഴ്ച അവര് വന്നെങ്കിൽ അതുവരെയൊക്കെ അങ്ങനെ ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആഴ്ചകൾ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ഉപയോഗിക്കുന്നത്. അത് ടെമ്പറേച്ചർ എത്രയാ നോക്കുക? 2 degrees Celsius and 4 degrees ബിറ്റ്വീനിലായിരിക്കണം അത്. And used for keeping bodies for up to several weeks. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം ഏത് കോൾഡ് ചേംബർ ആണ് ബോഡീസ് സെവറൽ വീക്സ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ആണ്.
ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. അതെന്താ? ഡീകേ പ്രിവെന്റ് ചെയ്യും. ശരീരം അഴുകുന്നത് അല്ലെങ്കിൽ ചീത്തയാകുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യും. വിച്ച് കണ്ടിന്യൂസ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇതെങ്ങനെയാ? നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ഇതിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഡെഡ് ബോഡീസ് താഴ്ന്ന ടെമ്പറേച്ചറിലായിരിക്കും ഈ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അത് ബോഡി ഡീകേ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ വെക്കുന്നത്. ഇത് ആഴ്ചകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ. ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രിയിലും ഇടയിലായിരിക്കും എന്ന് പറഞ്ഞു. വൈൽ ദിസ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ കീപ്പിംഗ് ബോഡീസ് അപ് ടു സെവറൽ വീക്സ്. 1-2 ആഴ്ചയൊക്കെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അതെന്ത്? നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിനേക്കാളും താഴെ ആയിരിക്കും, സ്ലോവർ റേറ്റ് താഴെ ആയിരിക്കും ഇതിന്റെ ടെമ്പറേച്ചർ. അതെന്തിനു വേണ്ടിയാ? പ്രിവെന്റ് ഡീകേ തടയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മാസങ്ങളോളം ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നതില് ഒക്കെ അങ്ങനെ. ഇപ്പൊ ഗൾഫിൽ തന്നെ ഒരുപാട് സമയം വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പൊ അങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മാസങ്ങളോളം ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത്. ബോഡീസ് ആർ കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് അവിടെ ഒരു മൈനസ് ചേർത്തേ -25 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ഇടയിലായിരിക്കും വെക്കുന്നത്. Okay, bodies are kept at between -50 degree Celsius and 25 degree Celsius. അത് -25 കേട്ടോ. മൈനസ് ഒരു മിസ്റ്റേക്ക് ആണത്. മൈനസ് ഇല്ല, മൈനസുകൾ ചേർക്കാം. അതിന്റെ ഇടയിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. Usually used at a forensic institute, particularly when the bodies has been identified. Then at this temperature, the body is completely frozen. Frozen എന്ന് പറഞ്ഞാൽ മരവിപ്പിക്കുക. അപ്പൊ ഈ ഡെഡ് ബോഡീസ് ഫുള്ള് മരവിച്ചിരിക്കും, ഫ്രീസ് ആയിട്ടിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രോസൺ. ഫ്രോസൺ എന്ന് പറഞ്ഞാൽ മരവിക്കുക, പൂർണ്ണമായിട്ട് മരവിക്കും. ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഡീകേ ആവുന്നത് ടോട്ടലി സ്റ്റോപ്പ് ആവും. Okay, at this temperature, the body is completely frozen and decay is totally stopped. അപ്പൊ അത് മാസങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത്. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പർട്ടിക്കുലർലി when the bodies has been identified, ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിലായിരിക്കും ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് ഫുള്ളി മരവിപ്പിക്കുക ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫ്രോസൺ ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ടോട്ടലി മൊത്തം ഡീകേ ആവുന്നത് തടയും. ബോഡി ഡീകേ ചെയ്യുന്നത് തടയും. ഇത്രയും കാര്യങ്ങൾ മതി. പോസിറ്റീവും നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും വരെ നോക്കാം. 5 പോയിന്റ്സ് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നീഡ്, മോർച്ചറിയുടെ ആവശ്യം, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മുടെ മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറഞ്ഞത് ഏതാ? ഫ്രഞ്ച് വേർഡാന്ന് പറഞ്ഞു അല്ലെ? ഫ്രഞ്ച് വേർഡ്. അപ്പൊ നമ്മള് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് പറഞ്ഞാൽ അത് സാധാരണയായിട്ട് മോർഗ് എന്ന് പറഞ്ഞത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറയുന്നത്. നമ്മള് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. നമ്മള് മോർച്ചറി എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ നീഡ് ഓഫ് മോർച്ചറി, മോർച്ചറിയുടെ ആവശ്യകത എന്തൊക്കെയാണ്? ഓക്കെ, അത് മോർച്ചറി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ ഒരു അധികം ആരുടെ ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ ഒരു അവ്യക്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം. അൺക്ലിയർ, ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ പ്ലേസിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ മോർച്ചറി നല്ല കെയർഫുള്ളി പ്ലാൻ ചെയ്ത മോർച്ചറി ആർക്കൊക്കെ? പോലീസിനും അവർക്കിടെയൊക്കെ കേസിന്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സിനും മെഡിക്കൽ സ്റ്റുഡൻസിനും സ്റ്റാഫിനും റിലേറ്റീവ്സിനും ഒക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആണത് അല്ലെ? അവർക്ക് നല്ല ഒരു
നല്ല പ്ലാൻ ചെയ്ത മോർച്ചറി കോംപ്ലക്സ്. അപ്പൊ അവർക്കവിടെയൊക്കെ എന്താ പറയാ, ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും വന്ന വരേക്കൊക്കെ നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാം. മെഡിക്കൽ സ്റ്റുഡൻസിന് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബോഡീസിലൊക്കെ ആണല്ലോ അവര് ചെയ്ത് പഠിക്കുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞു. പിന്നെ പബ്ലിക് റിലേഷൻ അല്ലെ, അപ്പൊ നമ്മള് ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ പേഷ്യന്റ് ഡെത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ തന്നെ ആ മോർച്ചറി ഫെസിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ടൈമും അധികം കളയണ്ട, അധികം ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുവഴി നമുക്ക് എന്താ പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനും മോർച്ചറി ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, വാല്യൂ, ഒരു സെന്റിമെന്റ് വാല്യൂ ഉണ്ട്, സോഷ്യോ ആൻഡ് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ്. ആ ഒരു ഡെഡ് പേഴ്സണോട് ഒരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ therefore the establishment and management of the mortuary is significant of every hospital. എല്ലാ ഹോസ്പിറ്റലിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ഇതാണ് മാനേജ്മെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷൻ ഓഫ് മോർച്ചറി സർവീസ് ആണ്. നമ്മള് ഫങ്ഷൻസ് നമ്മള് അവരുടെ ആ മരിച്ച ആക്കടെ ഫോർമാലിറ്റീസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെയുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അത് പൂർത്തിയാകുന്നത് വരെ നമ്മള് ബോഡീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃതദേഹം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മോർച്ചറി ഉപയോഗിക്കും. അതൊരു ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മൾ ക്ലെയിം ചെയ്യപ്പെടാത്ത ഡെഡ് ബോഡീസ്, റിലേറ്റീവ്സ് വന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ, അപ്പൊ അത് അവർ വന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെയും കീപ്പ് ചെയ്യാനായിട്ട് മോർച്ചറി സഹായിക്കും. അത് നമ്മളൊരു ടൈം പറഞ്ഞു, നോർമൽ ആയിട്ട് 72 hours വരെയാണ് മോർച്ചറിയിൽ ആ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി ആരും വന്ന് അവര് ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ചും നമ്മുടെ ലോ ഓഫ് ലാൻഡ്, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചൊക്കെ അത് ഡിസ്പോസ് ചെയ്യാം. പിന്നെ അത് ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി ദാറ്റ് റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ബോഡികൾ റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ മൃതദേഹം റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ടു കണ്ടക്ട് മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്, മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യുക. പിന്നെ ടു ഗീവ് ദ ടീച്ചിങ് പ്രോഗ്രാം ഫോർ ദ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റിന് ടീച്ചിങ് പ്രോഗ്രാം നൽകാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ മോർച്ചറിയില് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്തിരിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ ആണ് അവിടെ വരുന്നത്. നോൺ മെഡിക്കോ ലീഗലും ഉണ്ട്, മെഡിക്കോ ലീഗൽ അസ്പെക്ട്സ് ഉണ്ട്. നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് ഉള്ളി പഠനാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റില് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം. പിന്നെ മെഡിക്കൽ ലീഗൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരണം കാരണം കണ്ടെത്താനോ മർഡർ ആണോ എന്നൊക്കെ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് ബോഡീസ് കീപ്പ് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫൈഡ് ഇൻ ടു നോൺ മെഡിക്കൽ ലീഗൽ, മെഡിക്കൽ ലീഗൽ. പിന്നെ പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് ദ മോർച്ചറി, അതിന്റെ ഫെസിലിറ്റീസ് ആണ്. ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൊക്കേഷൻ. പിന്നെ അടുത്ത സ്പേസ് റിക്വയർമെന്റ്, പിന്നെ അതിന്റെ സ്പേസ് റിക്വയർമെന്റ്സ് രണ്ടെണ്ണം പറഞ്ഞു. പിന്നെ അതിന്റെ ഫങ്ഷണൽ ഏരിയാസ് ആണ്. 5 ഫങ്ഷണൽ ഏരിയ നമ്മൾ പറഞ്ഞത്. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, നമ്മൾ പാർക്കിംഗ് ഏരിയയുടെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എൻട്രൻസ് പോയിന്റ് കവേർഡ് ആയിരിക്കും, കവർ ചെയ്തിരിക്കണം. ഇത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ബോഡി വെച്ചിൽ നിന്നൊക്കെ ഇരുപ്പാക്ക് അടിക്കുന്നത്. അപ്പൊ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തെളിവുകളൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടും, ഡെഡ് ബോഡി എന്നൊക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ ബോഡീനെ പ്രിസർവ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ പുറമേ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു നോട്ടം കിട്ടാത്ത രീതിയിലും സ്ക്രീനിങ് അഡ്ജസ്റ്റ്മെന്റ് ഏരിയയിലേക്ക് ഒരു സ്ക്രീനിങ് വെച്ച് അത് മറച്ചിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിസപ്ഷൻ പറഞ്ഞു, ഡെഡ് ബോഡീസ് ഒബ്സർവ് ചെയ്യാനും ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യാനും ഒരു റിസപ്ഷൻ ഏരിയ വേണം. ഇറ്റ് ഷുഡ് ബി ഈസിലി, അത് പെട്ടെന്ന് എത്തിച്ചേരാവുന്നതും അതിനകത്ത് നമുക്ക് അവിടെ സമീപിക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അടുത്ത് ട്രോളി ബേ പറഞ്ഞു. ട്രോളി ബേ എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബേ. അത് റിസപ്ഷന്റെ പരിധിയിൽ ഒരു ട്രോളി ബേ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വെയിറ്റിംഗ് ഏരിയ, വിസിറ്റേഴ്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ഏരിയ വേണം. പിന്നെ സ്റ്റോറേജ് ചേംബർ ആണ്. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. പോസിറ്റീവ് ടെമ്പറേച്ചറിലെ ബോഡി ആഴ്ചകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, മാക്സിമം ഒരാഴ്ചയൊക്കെ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ. അതിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിനേക്കാളും സ്ലോവർ റേറ്റ് ആയിരിക്കും. അത് 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലായിരിക്കും. 2 ഡിഗ്രിക്കും 4 ഡിഗ്രിക്കും ഇടയിലായിട്ടാണ് ബോഡീസ് അവിടെ കീപ്പ് ചെയ്യുന്നത്. അത് യൂസ്ഡ് ഫോർ കീപ്പിംഗ് ബോഡീസ് ഫോർ സെവറൽ വീക്സ്, കുറച്ച് ആഴ്ചകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്നത്? ഓക്കെ, നെഗറ്റീവിലേക്ക് വന്നേയല്ലേ ഉള്ളൂ, അതും കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞത് വിധിക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ അവിടെ ബോഡീസ് കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാന്നുള്ളത് നോക്കണം. -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. അത് നിങ്ങൾ ഒന്ന് മൈനസ് എന്നുള്ളത് ചേർക്കാം അവിടെ. അതിന്റെ ഇടയിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ബോഡീസ് എന്താ, കംപ്ലീറ്റ്ലി ഫോഴ്സേഡ്, കംപ്ലീറ്റ് ആയിട്ട് മരവിക്കും. അപ്പൊ ഡിസ്ട്രോയ് ചെയ്യുന്നത്, ഡീകേ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാം. ഇത് മാസങ്ങളോളം ബോഡീസ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിലാണ് വെക്കുന്നത്. അവിടെ എത്ര -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടെ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഇത് യൂഷ്വലി ഉപയോഗിക്കുന്ന ആരാ? ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുകള്. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പർട്ടിക്കുലർലി വെൻ ദ ബോഡീസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ്. ബോഡീസ് കേസിന്റെ ഭാഗമായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്താൻ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതിങ്ങനെ വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിലൊക്കെ മരിച്ചിട്ട് കുറെ നാളുകൾ, ഇപ്പൊ 1 മാസമൊക്കെ വേണം നമ്മുടെ നാട്ടിലേക്ക് ബോഡി എത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ മാസങ്ങളോളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ടെമ്പറേച്ചർ -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസിന് ബിറ്റ്വീനിലായിരിക്കണം, ഇടയിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മളൊരു ഇതുപോലെ ഇങ്ങനെ വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, ഇതും അതെ. പിന്നെ നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ ഇതുപോലെ ആംബുലൻസ് സർവീസ് ആണ്. ഇതൊക്കെ നമ്മളൊന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഇപ്പൊ അതിനകത്ത് നമ്മള് ഓക്കെ, ഫങ്ഷണൽ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓരോന്നും ഒക്കെ നോക്കി പോവുക. ഒന്ന് നിങ്ങൾ ഒന്ന് വായിച്ചും വെക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ആ ഡിഗ്രിയും അത് ഏത് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന അതും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. എന്നാ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.